ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കയറാത്ത ഒരു സ്ഥലത്ത് ഞാൻ പോയി കയറുകയാണ്. അപ്പോൾ എവിടെയാന്ന് ചോദിച്ചാൽ കിച്ചണാണ് കേട്ടോ. ഞാൻ അങ്ങനെ കിച്ചണിൽ കയറാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ കുക്കിംഗ് ചെയ്യലില്ല. അമ്മ തന്നെയാണ് അധികം ഇപ്പൊ കാണുന്ന നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കില്ല കിച്ചണിൽ കാണാത്ത കിച്ചണിൽ കയറാത്ത ആൾക്കാരായിരിക്കണോ നിങ്ങളും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ഇത് പറയാണ് എന്താണ് വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഈറ്റിംഗ് ചലഞ്ചാണ്. ഈറ്റിംഗ് ചലഞ്ചിന് മുമ്പ് ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞാൽ ചിക്കനാണ് കേട്ടോ. ചിക്കൻ പൊരിക്കുന്നതല്ലേ കണ്ടപ്പോ ചിക്കൻ പൊരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ചിക്കൻ പൊരിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു. എങ്ങനെയാ പൊരിക്കുന്നത്? തൈരൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ തൈരൊക്കെ വാങ്ങിക്കുന്നത് എനിക്ക് അറിയൂ. KFC ഉണ്ടാക്കാൻ ലാസ്റ്റ് എന്താണ് ഉണ്ടാവുന്നത്? ഓട്സ് ഉണ്ടോന്ന് സംശയം. ഇവിടെ ആരും ഓട്സ് കുടിക്കാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നമുക്ക് ഓട്സിന് അടിച്ച് മാറ്റാൻ പോകുന്നത്. അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലേക്കുന്നത് കുത്തി പൊട്ടിക്കുക. എന്നാലേ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പൊ എന്തായാലും നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അമ്മ മുറിച്ച് വെച്ച് ജസ്റ്റ് ഒരു മുളകിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും നമുക്കിതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വേണ്ടത് നമുക്ക് അമ്മ പറഞ്ഞു തരുന്നതായിരിക്കും. അവരുടെ കൈപ്പുണ്യം ഭയങ്കര പറഞ്ഞമ്മ. ആദ്യം തന്നെ ചിക്കൻ ഇടുക. അല്ല ചിക്കൻ എടുക്കുക. അതില് മുളക്. അതെ മുളക് ഫുള്ള് വേണം. വേണ്ട ഒരു സ്പൂണതാ കുറച്ച് ചേർത്ത് പിന്നെ ഓക്കെ. ഇനി അടുത്തത് കുറച്ചതേ വേണ്ടു. പിന്നെ ഇറച്ചിപ്പൊടി, ചിക്കൻ പൊടി ഉണ്ട്. അത് ഇട്ടാ ഫുൾ ഇടാനാ? മേടിക്കുന്ന തൊട്ട് ഇഞ്ചി ഫുള്ളിടണ്ടേ? അതെനിക്കറിയാലോ. കുരുമുളക് കുരുമുളകുണ്ട്. ഫുള്ളിടണം. കുരുമുളകാ? കറക്റ്റ് പറഞ്ഞ ഉപ്പ് എത്ര ടീസ്പൂണാണ്? ഓക്കെ. ഇത് നമ്മുടെ തൈര്. കുറച്ച് മതി. കുറച്ചൊന്നുമില്ല. തൈര് നമ്മൾ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് നല്ല പുളിപ്പ് ഇഷ്ടമാണ്. ചെറുനാരങ്ങ ഒഴിച്ചോളൂ. എത്ര ചെറുനാരങ്ങ? ഒരു ചെറുനാരങ്ങ ഫുള്ള്. കുറച്ച് കളറ്. ഇത് മറ്റേ റെഡ് വെൽവെറ്റ് കേക്ക് പോലെ ഉണ്ടല്ലോ. ഇതിന്റെ പേരാണ് ചിക്കൻ. ഇത് കഴിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളൊരു ഉത്തരവാദിത്തം പ്രത്യേകം എഴുതിട്ട് കൊടുക്കണല്ലേ. എന്നാലേ നല്ലോണം ഞാൻ പെരക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ 1/2 മണിക്കൂർ കഴിച്ച് എണ്ണയിലിട്ട് അങ്ങനെ ഒന്ന് വെന്ത് വരണം കേട്ടാ. എല്ലാവരും 1/2 മണിക്കൂർ ഒന്ന് ക്ഷമിക്ക്. നമ്മളിപ്പം പോയിട്ട് വരാം കേട്ടാ. അങ്ങനെ നമ്മുടെ മുത്തൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഇത് പൊരിക്കേണ്ട പരിപാടി നോക്കാം. ഓക്കെ. ഇതെന്തായാലും നമുക്ക് പൊരിക്കാം. ആദ്യമായി സ്റ്റൗ കത്തിക്കണം. പിന്നെ അല്ലേ ആദ്യം എണ്ണ ഒഴിക്കണേ. ആദ്യം ട്രോളൻ സാധനം കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരാണ് അതിന് പാൻ.
തലയിലുള്ള പേരല്ലേ അമ്മ വന്നമ്മ. ഇതിങ്ങനെ കീറിയിട്ടാണ് ഗൈസ് ഉള്ളത്. കേട്ടോ അത് മുറിഞ്ഞോടിയാ ഇതോട് ചോദിക്കുന്നത് ഇതെന്താ ഗൈസ്, ഇത് എന്തുകൊണ്ടാ ഇങ്ങനെ കീറിപ്പോയെന്ന്. അവർക്ക് ചിക്കനിൽ പിടിക്കാനുള്ള മസാലയാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. എണ്ണ ഒഴിക്കട്ടെ. ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ കിട്ടിയത്. ശുദ്ധமான വെളിച്ചെണ്ണ. ഇത് ഒഴുകി ഒഴുകി ഒഴുകി. ശുദ്ധമായ ഓക്കെ, നമുക്ക് എന്തായാലും ചൂടായിട്ടാ ചൂടായെണ്ണ ചൂടായപ്പോ ഇതില് വെള്ളം കാണുന്നില്ല. അല്ല ഇതിന്റെ മുഖമെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് എനിക്ക് വിശന്നിട്ട് വയറ് നിറഞ്ഞു. അറിയോ? കഴിക്കട്ടെ. വെളിച്ചെണ്ണ. കഴിക്കുന്നില്ല. ഞാൻ കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതൊന്നും കണക്കാനല്ല. അതൊരു ചലഞ്ചാണ് മെയിനായിട്ട് നോക്കുന്നത്. യെസ്, ഞാൻ എന്റെ മെയിൻ ചലഞ്ചാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്റെ മോളെ ഇടയ്ക്കൊന്ന് അടുക്കളയിലേക്ക് ഒന്ന് കേറി. ഒരമ്മയുടെ രോദന ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ, ഡ്യൂട്ടിക്കാരാണ്. പിന്നെ ഞാനും ജോലിക്ക് പോകുന്ന മോളെ. എല്ലാ പണിയും കഴിഞ്ഞ് അച്ഛനും വേണ്ട മക്കളെ ജോലിക്ക് പറഞ്ഞു ഞാനും ജോലിക്ക് പോകുന്ന അമ്മ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ അമ്മമ്മ എന്നെ നല്ല കഷ്ടപ്പെടുത്തിക്ക്. അതായത് രാവിലെ പണിയൊന്നും എടുക്കാണ്ട് വിടാറില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് എന്റെ മൂക്ക് പറ്റുന്നത് ഒരാളോട് പറയുന്നത് ഞാൻ കണ്ടിട്ടോ. അപ്പൊ അതന്നെ അതെ, അതില് ഖേദിക്കുന്നു ഇപ്പൊ. ഇപ്പൊ നമ്മുടെ വെച്ച നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ബ്ലഡ് ഫേസ് നമുക്ക് നിന്നെ കടിക്കാനായിട്ട് നോക്കുന്നുണ്ടാ. നീ നല്ല വെളിച്ചെണ്ണ ഞങ്ങൾക്ക് വെച്ചു. അപ്പൊ നമ്മുടെ ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞു വരികയാണ്. അപ്പൊ ആ പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ മയോണൈസ് ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതാ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് മാറ്റി വെക്കാം. ഇപ്പൊ മനസ്സിലായ ഞാൻ പറഞ്ഞത് സത്യാണെന്ന് ഇപ്പൊ മനസ്സിലായ. ചിക്കൻ മാറ്റി വെക്കുന്ന എനിക്കെല്ലാം അറിയാം. ചിക്കൻ എല്ലാം അറിയാം. എനിക്കെല്ലാം അറിയാം. അപ്പൊ നമ്മളിതാ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിക്കുന്ന ശേഷം ഞങ്ങളുടെ ചിക്കൻ ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഈറ്റിംഗ് ഷോ ആണ്. ഇത് നമ്മള് ഇത് ചെയ്തത്. അപ്പൊ എന്തായാലും അമ്മയും ഞാനുമാണ് ഇന്ന് മത്സരിക്കാൻ പോകുന്നത്. മിക്കവാറും അമ്മയായിരിക്കും ജയിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനായിരിക്കും ജയിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഷോയിലേക്ക് പോവാം. പിന്നെ വേറൊരു കാര്യം, മയോണൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ എനിക്ക് കൈ ഒരു കൈ കൊണ്ട് എനിക്ക് ഡാൻസ് കളിക്കണം. സോ അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തായാലും നമ്മള് ഇത് കഴിക്കാൻ പോവാണ്. അതിനു മുമ്പ് എന്താ പറയാനുണ്ടോ, അതാ ഞാൻ ഉണ്ടാക്കിയ മയോണൈസ്. മയോണൈസ് ആയിട്ട് വന്നിട്ടില്ല കണ്ടപ്പോ. അപ്പൊ ശരി, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. The time starts now.
5 നിർത്തിക്കൊള്ളണം. ആരാണ് മുന്നേറുന്നത്? മറ്റുള്ളവരുടെ പ്ലേറ്റിലേക്ക് താങ്കൾ നോക്കാതിരിക്കുക. കുറച്ച് സ്വീറ്റ് ആൻഡ് സോർ കിട്ടുക. ടൈം ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. കോഴീൻ്റെ ഇറച്ചി മാത്രം തിന്നാൻ പോരാ, കോഴീൻ്റെ എല്ലാം തിന്നണം, മജ്ജയും തിന്നണം. അയ്യോ അതൊന്നും വെള്ളം കുടിക്കരുത്. ഈ ചാനലിൽ വെള്ളമില്ല. ക്യാമറമാനെ ചിരിപ്പിക്കരുത്. നെറുകന്തലയിൽ കയറിയ പോലും വെള്ളം ഒരു തുള്ളി ഞങ്ങൾ തരൂല. ഗെയിം കഴിയാണ്ട് 2 മിനിറ്റ് പോയി. ഇതല്ല അടുത്ത പീസിലേക്ക് പോകുന്നില്ലേ? ഈ അംഗത്തിൽ ആര് ജയിക്കും? ക്യാമറ ഷെയ്ക്കാന്നുണ്ട്, ഞങ്ങള് ചിരിക്കില്ല. അമ്മ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത ഗെയിം ഇത്. ഇല്ല കൂട്ടില്ല. ക്ലിയർ ആക്കണം, എല്ലാം ക്ലിയർ ആക്കണം. ദിസ് ഈസ് അഗൈൻസ്റ്റ് ദ ഗെയിം. ആദ്യത്തെ 2 പീസും കാലിയാക്കിയിരിക്കുകയാണ് ഗൈസ്. അതാണ് ഇപ്പൊ നമ്മുടെ ഈ ഈറ്റിംഗ് ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ ജയിച്ചിരിക്കുന്നത് നമ്മുടെ അല്ല, എന്റെ അമ്മയാണ്. അപ്പൊ എന്റെ അനിയത്തിക്കുട്ടി അതുപോലെ ഇവിടെ കുറെ പീക്കിരി പിള്ളേഴ്സ് ഉണ്ട്. അപ്പൊ അവരെനിക്ക് നല്ല അടിപൊളി പണി തന്നിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കഴിച്ചാ മതി. മൊത്തം കഴിക്കണ്ടേ? ജയിച്ച ആൾക്കാരെ പറയണ്ടേ? മൊത്തം കഴിക്കണ്ടേ? അയ്യോ, അപ്പൊ പറ്റില്ല. കുറച്ച് അത് പകുതിയായി ഉണ്ട നല്ല തടിയോടെ കഴിക്കണം കേട്ടാ. അല്ലാണ്ട് മെലിഞ്ഞൊരു പീസ് ഇതിങ്ങനല്ലല്ലോ പണിഷ്മെന്റ്. അതൊന്നും നടക്കൂല. ഞങ്ങൾ തൽക്കാലം ഇപ്പോ ഓക്കെയാ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും എന്തെങ്കിലും ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുമ്പോൾ എല്ലാം കൂടെ നമുക്ക് കേട്ടോ.
ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഓടി എത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.